പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷത്തെ SSLC എക്സാമിനുള്ള ഫോക്കസ് ഏരിയ ഊന്നൽ മേഖല ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചാപ്റ്റർ 6 അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് ഇടപിരിയുന്ന ജനിതക രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ജനിതകശാസ്ത്രം എന്നത് പാരമ്പര്യവും വ്യതിയാനങ്ങളും ചേർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്മിഷൻ ഓഫ് പാരൻസ് ഫീച്ചേഴ്സ് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. അതാണ് ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം. എന്നാൽ അവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാവുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ്. ദ ഫീച്ചേഴ്സ് സീൻ ഇൻ ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദെയർ പാരൻസ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ജനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന പുരോഹിതനാണ്. ബോട്ടാണിസ്റ്റ്, ടീച്ചറും ഒക്കെയായിരുന്നു അദ്ദേഹം പയർച്ചെടികളിൽ, തോട്ടപ്പയർച്ചെടികളിൽ പൈസം സറ്റൈവം എന്ന ഇനം ഗാർഡൻ പീകളിൽ ചില ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ്, വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തി. പിൽക്കാലത്ത് അത് പാരമ്പര്യശാസ്ത്രത്തിനും തുടർന്ന് ജനറ്റിക്സ് എന്ന പേര് മാറി ജനിതകശാസ്ത്രത്തിനും അസ്ഥിവാരമിട്ടതാണ്. ഇദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ ചില ഘടകങ്ങളാണ്, ചില ഫാക്ടേഴ്സാണ് സന്താനങ്ങളിലേക്ക് തുടർന്ന് അടുത്ത ജനറേഷനിലേക്ക് ഒക്കെ പോകുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഫാക്ടേഴ്സ് തുടർന്ന് ജീനുകളാണ് എന്നും അവ DNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡിൽ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് തന്മാത്രയിലെ ഭാഗങ്ങളാണെന്നൊക്കെ പിൽക്കാലത്താണ് കണ്ടെത്തിയത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ദി കാരിയേഴ്സ് ഓഫ് ഹെറിഡിറ്റി വിച്ച് മെൻഡൽ ഡിസ്ക്രൈബ്ഡ് ആസ് ഫാക്ടേഴ്സ് വെർ ദി ജീൻസ് പ്രസന്റ് ഇൻ DNA ഓഫ് ക്രോമസോം. ഈ DNA-കൾ ക്രോമസോമുകളിലാണ് ഉള്ളത്. അതായത് മെൻഡൽ പറഞ്ഞ ഫാക്ടേഴ്സ് ജീനുകൾ എന്നാണ് ഇന്നറിയപ്പെടുന്നത്. ജീനുകളുടെ ശാസ്ത്രം എന്ന രീതിയിലാണ് പാരമ്പര്യശാസ്ത്രം പിൽക്കാലത്ത് ജനിതകശാസ്ത്രം അല്ലെങ്കിൽ ജനറ്റിക്സ് എന്ന് മാറിയത്. എന്താണ് ജീൻ? ജീൻ എന്ന് പറയുന്നത് DNA-യിലെ നിശ്ചിത ഭാഗങ്ങളാണ്. സ്പെസിഫിക് പാർട്സ് ഓഫ് DNA, ക്രോമസോമിലെ DNA-യിലെ നിശ്ചിത ഭാഗങ്ങളാണ്. അവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരിലും മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, ഉപാപചയ പ്രവർത്തനങ്ങളും അതിലൂടെ തന്നെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ പാരമ്പര്യം, സ്പെസിഫിക് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനും ഇടയാക്കുന്നു. അവയാണ് ജീനുകൾ. അതായത് DNA-യിലെ നിശ്ചിത ഭാഗങ്ങൾ. നമുക്കിത് വിശദമായിട്ട് ജീൻ എന്താണെന്ന് പറയാൻ ക്രോമസോം എന്താണെന്ന് അറിയണം, DNA-യുടെ ന്യൂക്ലിയോടൈഡുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. കോശത്തിലൊരു സെല്ലിലെ ന്യൂക്ലിയസ് ആണല്ലോ അതിൻ്റെ കേന്ദ്രം. അതിൽ ക്രോമസോമുകൾ ഉണ്ട്. നമുക്ക് 23 ജോഡി ക്രോമസോം, അതായത് 46 നമ്മളിലുണ്ട്. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മയിൽ നിന്ന് ആണെങ്കിൽ മറ്റൊന്ന് അച്ഛനിൽ നിന്ന്, അതായത് പാരൻസിൽ നിന്നാണ് ഈ ജോഡി ഉണ്ടാവുന്നത്. ഓരോ ക്രോമസോമിലും ഒരു DNA ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. DNA വളരെ വലിയ ഒരു DNA ഓരോ ക്രോമസോമിനകത്തും ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇരട്ട ചുറ്റുകോവണിയുടെ ആകൃതിയുള്ള ഈ ഒരു DNA-യുടെ ഒരു ഇഴയുടെ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ DNA-യുടെ ചില പ്രത്യേക ഭാഗങ്ങളാണ്, അത് ഒരു ഇഴയിൽ നിന്ന് മാത്രമാവണമെന്നില്ല, എന്തായാലും അതിൻ്റെ ചില പകർപ്പാണ് ജീൻ. അതിലുള്ള കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിലുള്ള എന്താണോ അതിലടങ്ങിയിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾക്കും മറ്റും സ്വഭാവ സവിശേഷതകൾക്കും കാരണമായ പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നത്. ഒരു ജീനിന് 2 അലീലുകളുണ്ട്. ഇപ്പം മെൻഡലിൻ്റെ പരീക്ഷണത്തിൽ അദ്ദേഹം ചില ഘടകങ്ങളായിരുന്നു ഇട്ടിരിക്കുന്നത്. ക്യാപിറ്റൽ T, സ്മോൾ t എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപിറ്റലായിട്ട് കാണിച്ചിരിക്കുന്നത്, സ്മോൾ ആയിട്ട് കാണിച്ചിരിക്കുന്നതും അലീലുകളാണ്. അതായത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജോഡി ക്രോമസോമിൽ ഏതെങ്കിലും ഒരു ഘടകം അച്ഛനിലാണെങ്കിൽ അതിൻ്റെ അമ്മയിലും അതുപോലെ അതിന് സമാനമായോ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ഘടകം ഉണ്ടാവും. ഇത് അലീലുകളാണ്. ഈ അലീലുകൾ ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണെന്ന് പറയാം, അല്ലേ? ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളാണ് അലീലുകൾ. ക്രോമസോമുകൾ ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ക്രോമസോമിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് സ്പ്രിങ് പോലെ കാണുന്ന ഈ ഭാഗം നിവർത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ ബോൾ പോലെ ആ സ്പ്രിങ്ങുകളൊക്കെ ചേർന്ന് കുറേ ബോൾസ് പോലെ ഉണ്ടാവും. ഓരോന്നും അങ്ങനെ നിവർത്തി വരുമ്പോഴേക്ക് ഇങ്ങനെ ചുറ്റുകോവണിയുടെ ആകൃതിയിലുള്ള DNA കിട്ടുക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ 2 ഇഴകളോട് കൂടിയ ഒരു ചുറ്റുകോവണിയുടെ മാതൃകയിലുള്ള DNA ആണെന്ന് കണ്ടെത്തിയത് 2 പേർ ചേർന്ന് 1953 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് പ്രൊപ്പോസ്ഡ് ദി ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA-യുടെ ഇരട്ട മാതൃക, ചുറ്റുകോവണി മാതൃക, ഇരട്ട ഇഴകളുടെ സ്റ്റെപ്പുകളൊക്കെയുള്ള മാതൃക. ഈ മാതൃകയ്ക്ക് അവർക്ക് പ്രചോദനമായതാവട്ടെ
ഈ ഒരു റോസാലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA-യുടെ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജും. ഇത്തരം ഇമേജ് എങ്ങനെയായിരിക്കാം ഇങ്ങനെ ഒരു ഇമേജ് വരുന്നത് എന്ന് ചിന്തിച്ച് ഇവർ പല മാതൃകകൾ ഉണ്ടാക്കി അവസാനം ഇങ്ങനെ ഡബിൾ ഹെലിക്കൽ മോഡലാണെന്ന് അത് കണ്ടെത്തുകയും അംഗീകരിക്കപ്പെടുകയായിരുന്നു. പിൽക്കാലത്ത് 1962 ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ ഇങ്ങനെ പാക്കഡായി കിടക്കുന്ന DNA ചുറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം ഈ AT CG എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ന്യൂക്ലിയോടൈഡുകൾ. ഈ ന്യൂക്ലിയോടൈഡുകളുടെ പകർപ്പ്, ഈ കോഡുകളുടെ പകർപ്പാണ് ജീനായിട്ട് പ്രവർത്തിക്കുന്നത്. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന ചില നൈട്രജൻ ബേസുകളുടെ പടിക്കെട്ടുകളാണ്, അതുകൊണ്ടുള്ള പടികളാണുള്ളത്. അഡിനിൻ തൈമിനുമായിട്ടും ഗുവാനിൻ സൈറ്റോസിനുമായിട്ടൊക്കെ ചേർന്നു. എന്തായാലും ഈ കോഡുകളാണ്, ഈ കോഡുകൾ അടങ്ങിയ, ഇത്തരം ഭാഗങ്ങൾ അടങ്ങിയ ന്യൂക്ലിയോടൈഡുകളാണ് ജീനുകളായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ഇപ്പോൾ ഈ രണ്ട് ഇഴകൾ, ഇരട്ട ഇഴകൾ, അവ നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റ്, ഡീഓക്സിറൈബോസ് എന്ന പഞ്ചസാര ഇവ കൊണ്ടാണ്. എന്നാൽ ഈ പടികൾ പോലുള്ള ഭാഗങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ചില നൈട്രജൻ ബേസുകൾ ചേർന്നാണ്. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, ഇങ്ങനെ 4 തരം നൈട്രജൻ ബേസുകളുണ്ട്. എപ്പോഴും സൈറ്റോസിൻ ഗോനിനുമായി മാത്രമേ ചേരുകയുള്ളൂ. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് മാത്രമേ ചേരുകയുള്ളൂ. ഇങ്ങനെയുള്ള നൈട്രജൻ ബേസുകൾ അടങ്ങിയതാണ് പടികൾ. ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഇപ്പൊ ഈ ഇഴകളുടെ ഭാഗം ഞാൻ പറഞ്ഞു, ഒരു ഡീഓക്സിറൈബോസ് ഷുഗർ കൊണ്ടാണ് നിർമ്മിതം. ഇതാണ് S, ഒരു ഇഴ. ഫോസ്ഫേറ്റും അതിലുണ്ട്. കണ്ടില്ലേ, ഈ ഇഴ ഷുഗർ എന്ന് എഴുതിയിരിക്കുന്ന ഡീഓക്സിറൈബോസ് പഞ്ചസാരയാണ്, ഡീഓക്സിറൈബോസ് ഷുഗറാണ്. ഫോസ്ഫേറ്റും ഉണ്ട്. ഒരു ഇഴ അങ്ങോട്ട് ആണ് പോകുന്നതെങ്കിൽ ഒന്നിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി ഇവയ്ക്കിടയിൽ പടികളായിട്ട് പ്രവർത്തിക്കുന്നത് നൈട്രജൻ ബേസുകളാണ്. സൈറ്റോസിൻ ഗോനിനുമായിട്ടും അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടുള്ള ബോണ്ടിങ് ആണ് ദ്വിബന്ധനവും ത്രിബന്ധനവും. അതായത് ഇവിടെ അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടിങ്, ഇവിടെ അത് ട്രിപ്പിൾ ബോണ്ടിങ് ആണെന്ന് മാത്രം. എന്തായാലും ഇതിലെ ഒരു ഭാഗം, അതായത് ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ, പിന്നെ ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസ് അതിൽ ഉള്ള ഈ ഒരു നൈട്രജൻ ബേസ്, ഒരു ഷുഗറും ഫോസ്ഫേറ്റും അടങ്ങിയ ഈ ഒരു യൂണിറ്റാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ്. ഇപ്പം ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ്, 2, 3, 4, 5 എണ്ണം ഇവിടെ കാണാം. ഇവിടെയും അങ്ങനെ 5 ന്യൂക്ലിയോടൈഡ്, അങ്ങനെ 10 ന്യൂക്ലിയോടൈഡുകളാണ് ഇവിടെ കാണുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഏത് നൈട്രജൻ ബേസ് ആണ് ഉള്ളത് അതിന്റെ പേര് തന്നെയാണ് ആ ന്യൂക്ലിയോടൈഡിനും. അതായത് നൈട്രജൻ ബേസ് അഡിനിൻ ആണെങ്കിൽ അഡിനിൻ ന്യൂക്ലിയോടൈഡ് ആണിത്, തൈമിൻ ആണെങ്കിൽ തൈമിൻ ന്യൂക്ലിയോടൈഡ് എന്നുള്ള രീതിയിലാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാവുക ഫോസ്ഫേറ്റ്, ഷുഗർ അതായത് പഞ്ചസാര, ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസ്. അങ്ങനെ ഉള്ള ന്യൂക്ലിയോടൈഡുകളുടെ ഒരു ഭാഗമാണ് ഒരു ഭാഗത്ത്, മറ്റൊന്നും അങ്ങനെ. നോക്കൂ നിങ്ങൾ, DNA, അതിലെ നൈട്രജൻ ബേസുകൾ, DNA-യുടെ ഒരു ഇഴയാണ്, ആ ഒരു ഇഴ ന്യൂക്ലിയോടൈഡ്. അപ്പം ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഗോനിൻ സൈറ്റോസിനുമായാണ് ചേരുക. അപ്പോൾ ഗോനിൻ ന്യൂക്ലിയോടൈഡ് സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡുകളുമായി ചേരും. അഡിനിൻ, തൈമിൻ എന്നീ നൈട്രജൻ ബേസുകൾ തമ്മിൽ ചേരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഡിനിൻ ന്യൂക്ലിയോടൈഡ് തൈമിൻ ന്യൂക്ലിയോടൈഡുകളുമായിട്ടാണ് ചേരുക. ഒന്നിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ ഒരു ഇഴ ഇങ്ങോട്ട് എന്നുള്ള രീതിയിലാണ്. ഒരു ഇഴ മാത്രമുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് കൂടിയുണ്ട്, റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA. അപ്പം 2 തരം ന്യൂക്ലിക് ആസിഡുകളായി. ഒന്ന് DNA എന്ന ഡീഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ ഇവിടെ ഇത് RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇതിന്റെ പ്രത്യേകത ഒരൊറ്റ ഇഴയുള്ളൂ, എന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന ഒരു ഇഴയായിട്ടാണ്, ഒറ്റ സ്ട്രാൻഡ് ആയിട്ടാണ് കാണുന്നത്. ഇതിൽ ഉള്ള പഞ്ചസാരയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, റൈബോസ് പഞ്ചസാരയാണ്. അതുകൊണ്ടാണ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് ഇതിന് പേര് വന്നത്. DNA-യിൽ ഡീഓക്സിറൈബോസ് ആണല്ലോ. തൈമിൻ നൈട്രജൻ ബേസ് ഇതിലില്ല, പകരം യുറാസിൽ ഉണ്ട്. ബാക്കി അഡിനിനും സൈറ്റോസിനും ഗോനിനും ഇതിലുണ്ട്. DNA-യിൽ നിന്നുണ്ടാകുന്ന ഇവ DNA-യുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനായിട്ട് സഹായകമായി വർത്തിക്കുന്നു. ആക്ട് അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻ ഫ്രം DNA. ഇനി ഈ 2 തരം ന്യൂക്ലിക് ആസിഡുകളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. DNA ഡീഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്, RNA
റൈബോന്യൂക്ലിയസ്. എത്ര സ്റ്റാൻഡ് ഉണ്ട്? എത്ര ഇഴയുണ്ട്? 2 DNA-യിൽ. RNA-ക്ക് ഒറ്റ ഇഴ. പഞ്ചസാര അടങ്ങിയ ഷുഗർ അറിയാമല്ലോ, ഡിയോക്സി റൈബോസ് ആണെങ്കിൽ RNA-യിൽ റൈബോസ്. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്നീ നൈട്രജൻ ബേസുകൾ അടങ്ങിയ ന്യൂക്ലിയോടൈഡുകളാണ് DNA-യിലെങ്കിൽ യുറാസിൽ ഉൾപ്പെടെ അഡിനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ അടങ്ങിയ ന്യൂക്ലിയോടൈഡുകളാണ് RNA-യിൽ ഉള്ളത്. തൈമിൻ ഇവിടെയുണ്ട്, അവിടെ യുറാസിലില്ല. ഇവിടെ RNA-യിൽ യുറാസിൽ ഉണ്ട്, തൈമിൻ ഇല്ല എന്ന് വ്യക്തമാക്കാനാണ് അവിടെ ഒരു കളർ ചേഞ്ച്. ഇനി നമുക്ക് DNA-യിലെ ജീനുകൾ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രോട്ടീനുകൾ നിർമ്മിച്ചാണ്, ത്രൂ പ്രോട്ടീൻ സിന്തസൈസ്. അതിനുള്ള സന്ദേശങ്ങൾ, അതായത് ജീനുകൾ, അതാണല്ലോ DNA-യുടെ സ്പെസിഫിക് പാർട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചില ന്യൂക്ലിയോടൈഡുകളാണ്, കോഡുകളാണ്. എല്ലാവരിലും ഇത് ഒരുപോലെ ആവില്ല. ഒരാളിൽ അഡിനിൻ കഴിഞ്ഞ് തൈമിൻ, പിന്നെ സൈറ്റോസിൻ, അല്ലെങ്കിൽ വീണ്ടും സൈറ്റോസിൻ ആണെങ്കിൽ അതുപോലെ ആവണമെന്നില്ല മറ്റു ചിലരിൽ. ഈ ഒരു സന്ദേശങ്ങൾക്കനുസരിച്ച് റൈബോസോമുകളിൽ വെച്ചാണ് പ്രോട്ടീൻ നിർമ്മിക്കുക. ഇവ ഉള്ളത്, ജീനുകളുള്ളത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിലെ ക്രോമസോമിലെ DNA-യുടെ ഭാഗമാണ്. ആ ജീനുകൾ പക്ഷേ അവയുടെ സന്ദേശങ്ങൾ പകർപ്പായി എടുത്ത് റൈബോസോം എന്ന് പറയുന്നത് കോശദ്രവ്യത്തിൽ, സൈറ്റോപ്ലാസത്തിലാണുള്ളത്, ന്യൂക്ലിയസിന് പുറത്ത്. അവിടേക്ക് എത്തി അവയാണ് പ്രോട്ടീൻ ആ സന്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രോട്ടീൻ നിർമ്മാണത്തിൽ DNA നേരിട്ട് പങ്കെടുക്കുന്നില്ല. പകരം മെസ്സേജായി RNA ആണ് ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് റൈബോസോമിലേക്ക് അയക്കുന്നത്. DNA does not participate directly in protein synthesis. RNAs help for this. നമുക്ക് വിവിധതരം RNA-കളൊന്ന് ആദ്യം പരിചയപ്പെടാം. mRNA, മെസ്സഞ്ചർ RNA, അതാണ് DNA-യിൽ നിന്ന് ആദ്യമായിട്ട് അതിൻ്റെ പകർപ്പ് ഇൻഫർമേഷൻ എടുത്ത് പുറത്തു വരുന്നത്, ആ റൈബോസോമിലെ എത്തുന്നത്. tRNA, ട്രാൻസ്ഫർ RNA. ഈ ഒരു mRNA-യിലെ, ഈ മെസ്സഞ്ചർ RNA-യിലെ മെസ്സേജ് അനുസരിച്ചുള്ള അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കാനാണ്, ട്രാൻസ്ഫർ ചെയ്യാനാണ് ട്രാൻസ്ഫർ RNA എന്നർത്ഥത്തിലുള്ള tRNA, കാരീസ് അമിനോ ആസിഡ് ടു റൈബോസം ആസ് പെർ ദി മെസ്സേജ്. ഇനി റൈബോസോമിൽ തന്നെ മറ്റൊരു RNA ഉണ്ട്, റൈബോസോമൽ RNA. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് റൈബോസോമിന് പ്രോട്ടീൻ രൂപപ്പെടുത്താൻ കഴിയുക. ഇവയുടെ പ്രവർത്തനമാണ്, അതായത് ജീനിൻ്റെ പ്രവർത്തനം, പ്രോട്ടീൻ നിർമ്മാണമാണ് നമ്മളിവിടെ കാണുന്നത്. DNA-യിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ പകർപ്പ്, ഇപ്പോൾ ഇതാ ആ പകർപ്പ് മെസ്സേജ് ഒരു RNA ആയിട്ട് മാറുന്നു. ഇത് 2 ഇഴയില്ലല്ലോ, ഒറ്റ ഇഴയിലേ ഉള്ളൂ. അപ്പോൾ ആ പകർപ്പ് RNA എന്ന് പറയാം, മെസ്സഞ്ചർ RNA, മെസ്സേജുള്ള RNA. അത് ന്യൂക്ലിയസിന് പുറത്ത് കിടക്കുന്നു. ഇത് റൈബോസോമാണ്. ഈ വലിയൊരു യൂണിറ്റും ചെറിയൊരു യൂണിറ്റുമായിട്ട് കാണുന്ന ഈ ഒരു കോശാംഗം, ഈ ഒരു സെൽ ഓർഗൻ, ഈ റൈബോസോമിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തു. അപ്പോൾ അതിലുള്ള മെസ്സേജ് അനുസരിച്ച് ട്രാൻസ്ഫർ RNA അമിനോ ആസിഡുകളെ കൊണ്ടു ചെന്ന് കൊടുക്കും. അമിനോ ആസിഡുകൾ ആ ക്രമം അനുസരിച്ച്, മെസ്സേജ് അനുസരിച്ച് കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കിയാണ് റൈബോസോമിൻ്റെ ജോലി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക, DNA-യുടെ പിരിഞ്ഞ് സന്ദേശം പകർത്തിയ mRNA-കൾ ഉണ്ടാകുന്നു, mRNA ഫോംസ്. അത് ന്യൂക്ലിയസിന് പുറത്ത് കടന്ന് റൈബോസോമുകളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അവിടെ റൈബോസോമിലേക്ക് tRNA അമിനോ ആസിഡുകൾ എത്തിച്ചിട്ടുണ്ട്. അവ ഉപയോഗിച്ച് ഈ മെസ്സേജ് അനുസരിച്ച് ആ ഒരു അമിനോ ആസിഡുകൾ ഉപയോഗിച്ച് റൈബോസോമുകൾ പ്രോട്ടീൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഫ്രം DNA, റൈബോസോം സിന്തസൈസ് പ്രോട്ടീൻസ് ബൈ ഹാൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ മറക്കരുത്, ഘട്ടങ്ങൾ മറക്കരുത്. ആദ്യം mRNA ഉണ്ടാവുന്നു, അത് റൈബോസോമിലെത്തുന്നു, tRNA അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. മനുഷ്യരിൽ ക്രോമസോമുകൾ 23 ജോഡി, 23 പെയേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് കൂടിയ ഓരോ ജോഡി, അതിനാകെ 46. അതിൽ ഈ അവസാനത്തെ ഇത് മാത്രം, അവസാനത്തെ ഒരു ജോഡി ഒരേ രൂപത്തിലാണെങ്കിൽ XX എന്ന് പറയും, അല്ലെങ്കിൽ അത് XY. ഇവയാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന സെക്സ് ക്രോമസോം അഥവാ ലിംഗനിർണയ ക്രോമസോം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് അവയ്ക്ക് സൊമാറ്റിക് ക്രോമസോം എന്നാണ് പറയുക, അതായത് സ്വരൂപ ക്രോമസോം. അത് എത്ര ജോഡിയുണ്ട്? 22 ജോഡി, അതായത് 44. ബാക്കി അവസാനത്തെ ജോഡി, ഒരു ജോഡി, അതായത് 2 ലിംഗനിർണയ ക്രോമസോം അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. ഇതിപ്പോൾ XY എന്നിങ്ങനെയാണെങ്കിൽ ഇതൊരു ആൺകുട്ടിയുടെ ക്രോമസോമാണെന്ന് കാണാം. കാരണം ആൺകുട്ടിയിലാണ് Y ഉണ്ടാവുക. 2 X ആണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ സംഭവിക്കണം നോക്കുക. ഫീമെയിൽ 44XX എന്നാണ് പറയുക, മെയിൽ 44XY. 44 എന്ന് പറയുന്നത് ആ ഒരു സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം. XY അല്ലെങ്കിൽ XS എന്നിവിടെ പറഞ്ഞത് സെക്സ് ക്രോമസോം. അപ്പോൾ
ഈ മാതാവിൻ്റെ അണ്ടത്തിൽ നിന്ന് ഈ ഒരു പെണ്ണിൻ്റെ എഗ്ഗിൽ അതിൻ്റെ പകുതി ക്രോമസോം ഉണ്ടാവാം. ഈ 44 പകുതി 22 XX ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ 22 + X ആണ് ആൾവേസ് ഉണ്ടാവുക. എന്നാൽ പുരുഷന്മാരിൽ എങ്ങനെയാണോ നോക്കൂ, 44 പകുതി 22 ഉണ്ട്, എന്നാൽ XY ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ചില സ്പേം, ചില ഗ്യാമീറ്റുകൾ മെയിൽ ഗ്യാമീറ്റ് X ആയിരിക്കും, ചിലത് Y ആയിരിക്കും. ഈ XX ആണ് ജോയിൻ ചെയ്യുന്നെങ്കിൽ, യുണൈറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ 44 + XX എന്ന രീതിയിൽ ഫീമെയിൽ ചൈൽഡാണ് ഉണ്ടാവുക. എന്നാൽ അതേസമയം Y അടങ്ങിയ ഗ്യാമീറ്റാണ് ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്നാ പറയുക. അങ്ങനെ ബീജസംയോഗം നടക്കുന്നെങ്കിൽ അത് ആണായിട്ട് വരും. നമുക്ക് നോക്കാം. ഫീമെയിൽ എക്സുമായിട്ട് പുരുഷ ബീജം X ആണ് കൂടുന്നെങ്കിൽ എപ്പോഴും XX പെൺകുഞ്ഞുങ്ങൾ. Y ആണ് ഈ XX കൂടുന്നെങ്കിലൊക്കെ XY. എന്ന് വെച്ചാൽ 2:2 2:2 എന്ന് പറഞ്ഞാൽ 1:1 ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും തുല്യമാണ് എന്നർത്ഥം. ഈ ചിത്രം നോക്കുക. എപ്പോഴും X സ്പേം ചേരുന്നതൊക്കെ പെൺകുട്ടികളാണ് എഗ്ഗുമായിട്ട്, Y അടങ്ങിയ സ്പേം ചേരുന്നതൊക്കെ ആൺകുട്ടികളുമാണ്. ഇനി എന്നാൽ പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. ഈ അലീൽ ചേർച്ചയിൽ വരുന്ന മാറ്റമാണ്. അതല്ലാതെ തന്നെ ചിലപ്പോൾ നല്ല വ്യതിയാനങ്ങളും ഉണ്ടാവാം. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. ബീജസംയോഗത്തിലെ അലീൽ ചേർച്ച വരുന്ന മാറ്റങ്ങളാണ് ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾക്ക് കാരണം. ചേഞ്ചസ് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് അലീൽസ് ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. അപ്പം ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങൾ തമ്മിൽ തന്നെ ഉള്ള ചെറു മാറ്റങ്ങൾക്കൊക്കെ ഇതാണ് കാരണം. എന്നാൽ ക്രോമസോം മുറിഞ്ഞു മാറുക, ക്രോസിംഗ് ഓവർ എന്നുള്ള പ്രോസസ്സ് ഉണ്ട്, ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് ഒരല്പം കൂടി മാറ്റം വരുത്താം, വ്യതിയാനം വരുത്താം. ഉൽപരിവർത്തനങ്ങൾ, മ്യൂട്ടേഷൻ ആവട്ടെ, ജനിതക മാറ്റം, നല്ല ജനിതക മാറ്റം വരുത്തി ചിലപ്പോൾ അത് പരിണാമത്തിന് വരെ കാരണമാവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് 8ാമത്തെ അധ്യായത്തിലാണ് മ്യൂട്ടേഷൻ, ഉൽപരിവർത്തനം നമുക്ക് വരുന്നത്. ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോവാം. ഒന്നാമത്തെ ചോദ്യത്തിൽ 2 ഉപചോദ്യങ്ങളുണ്ട്. പെൺ 44 സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം 44 XX ആണെങ്കിൽ ആണിൽ എത്ര, മെയിലിൽ എത്ര എന്ന്. അതും 44 സ്വരൂപ ക്രോമസോമാണ്, സൊമാറ്റിക് ക്രോമസോമാണ്. പക്ഷേ Xന് പകരം ഇവിടെ XY ആയിരിക്കും. DNA നിന്നുള്ള നിർദ്ദേശങ്ങൾ വഹിക്കുന്ന mRNA, കാരീസ് ഇൻഫർമേഷൻ ഫ്രം DNA mRNA. റൈബോസോമിലേക്ക് അമിനോ ആസിഡുകൾ എത്തിക്കുന്നത് ആര്? കാരീസ് അമിനോ ആസിഡ് ടു റൈബോസോം. tRNA, ട്രാൻസ്ഫർ RNA ആണ്. 2ലെ ഒന്നാമത്തെ ചോദ്യം, ഡാഷും ഫ്രാൻസിസ് ക്രിക്കും ചേർന്ന് DNA ചുറ്റുകോണി ഘടന നിർമ്മിച്ചു. പ്രൊപ്പോണൻസ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA ആർ ഡാഷ് ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആണ് ചുറ്റുകോണി മാതൃക നിർദ്ദേശകർ. ബി, പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും ചേർന്നാൽ എന്ത്? നമുക്കറിയാം, ന്യൂക്ലിയോടൈഡ്. പാരമ്പര്യവാഹകരായ ഡാഷ് ദ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ഇതിൽ നിന്ന് മനസ്സിലാവും ജീനുകളാണ്. ക്രോമസോമിലെ ഡാഷിന്റെ ഭാഗങ്ങളാണ്. ദ പാർട്ട് ഓഫ് ഡാഷ് സീൻ ഇൻ ദ ക്രോമസോം, DNA ഭാഗങ്ങളാണ്. ഈ ചിത്രം നോക്കുക. ഇത് എളുപ്പമുണ്ട് അല്ലേ? ചിത്രീകരണം തിരിച്ചറിഞ്ഞ് പേര് നൽകുക. ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം, പക്ഷേ തൈമിൻ എന്ന് കൊടുത്തുകൊണ്ട് തൈമിൻ ന്യൂക്ലിയോടൈഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം, പേര് ഐഡന്റിഫൈ ചെയ്യുക. ഏത് തന്മാത്രയിലാണ് ഇൻ വിച്ച് മോളിക്യൂൾ ദിസ് ക്യാൻ ബി സീൻ ഇത് കാണപ്പെടുന്നത്? DNA-യിലാണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ചിത്രീകരണത്തിൽ T എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? ഒരു നൈട്രജൻ ബേസാണ്. തൈമിൻ നൈട്രജൻ ബേസിനെ സൂചിപ്പിക്കുന്നത്. ഇനി പൂർത്തിയാക്കുക, കംപ്ലീറ്റ് ചെയ്യുക. യുറാസിൽ തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. DNA-യിൽ മാത്രമുള്ളത് നമുക്കറിയാലോ തൈമിൻ, RNA-യിൽ മാത്രമുള്ളത് യുറാസിൽ. ബാക്കി സൈറ്റോസിനും ഗോനിനും അഡിനിനും ആണ് ഈ ഭാഗത്ത് വരേണ്ടത്. 5ാമത്തെ ചോദ്യം, DNA-യിലെ ജീനുകളുടെ പ്രോട്ടീൻ നിർമ്മാണ ഘട്ടങ്ങൾ, ദ സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഓഫ് ജീൻസ്. അത് പൂർത്തിയാക്കുക. ആദ്യം mRNA ഫോം ചെയ്യുന്നുണ്ട്, അത് പുറത്തു വരുന്നുണ്ട്. ഇനി വേണ്ടത് എന്തൊക്കെയാണെന്നറിയാലോ, അത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, റൈബോസോമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ RNA അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ റൈബോസോമിൽ പ്രോട്ടീൻ ആ മെസ്സേജ് അനുസരിച്ച് സിന്തസൈസ് ഫോം ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് പെൺകുഞ്ഞുങ്ങളെ മാത്രം പ്രസവിച്ചുകൊണ്ടിരുന്ന, തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ ആൺകുഞ്ഞിന് ജന്മം നൽകാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുന്നത് ശരിയോ? എ വുമൺ ഹു ഗേവ് ബർത്ത് ഫീമെയിൽ ചിൽഡ്രൻ ഇൻ ഹർ സക്സസീവ് ഡെലിവറീസ് became blamed by her relatives. Is it her fault? Substantiate your answer. നമുക്കറിയാം, ആ കുഞ്ഞ് ആണാവുന്ന പെണ്ണാവുന്നതും Y ക്രോമസോം, Y എന്ന സെക്സ് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോമിൻ്റെ അനുസരിച്ചാണ്. അത് പിതാവിൻ്റെ
ശരീരത്തിൽ രൂപപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാം. എന്തായാലും നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.